നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കിടിലൻ തിരിച്ചുവരവിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വലിയ നമ്പറിലേക്ക് തന്നെ കടക്കാം, അല്ലേ? എല്ലാവരുടെയും കണ്ണ് ഇന്ന് ഇതിലായിരുന്നു. പക്ഷേ ഇതൊരു വെറും നമ്പറല്ല. കുറേ ദിവസത്തെ തുടർച്ചയായ നഷ്ടങ്ങൾക്ക് ശേഷം നിഫ്റ്റി 50 നേടിയ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണിത്. ഇവിടെ നോക്കൂ, ഇതാണ് ഇന്നത്തെ ഫൈനൽ സ്കോർ. ക്ലോസിംഗ് ലെവൽ 26,186.45. അതായത് ആ നിർണായകമായ 26,000 ലെവലിനും എത്രയോ മുകളിൽ. ശരിക്കും ഒരു സ്ട്രോങ് ഫിനിഷ്. അപ്പോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്താണ് ഈ റാലിക്ക് പിന്നിൽ? എവിടെ നിന്നാണ് ഈ ഊർജം വന്നത്? അതിന് കാരണം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI എടുത്ത ഒരു നിർണായക തീരുമാനമാണ്. മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് തരംഗം തന്നെ അതുണ്ടാക്കി. സംഭവം ഇതാണ്: RBI റീപ്പോ റേറ്റ് കുറച്ചു. എന്താണ് ഈ റീപ്പോ റേറ്റ് എന്ന് സംശയമുണ്ടോ? സിമ്പിളായി പറഞ്ഞാൽ RBI മറ്റു ബാങ്കുകൾക്ക് പണം കൊടുക്കുന്ന പലിശ നിരക്കാണിത്. അപ്പോൾ ഈ റേറ്റ് കുറഞ്ഞാൽ ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടും, അതായത് വായ്പകളൊക്കെ ചീപ്പാവും. അപ്പോൾ ആർക്കാണ് ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടിയത്? തീർച്ചയായും ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സെക്ടറുകൾ തന്നെ. കൂടെ വാഹന വിപണിയും റിയൽ എസ്റ്റേറ്റും. കാരണം പലിശ നിരക്കിലെ ചെറിയ മാറ്റം പോലും ഇവരെ ശരിക്കും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഈ സെക്ടറുകളിലൊക്കെ ഒരു കുതിച്ചുചാട്ടം കണ്ടത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ ഒരാഘോഷം ചിലപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതെ, ഈ റാലിയുടെ അടിയിൽ ചില മുന്നറിയിപ്പ് സിഗ്നലുകൾ ഉണ്ടെന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ദി ഇക്കണോമിക് ടൈംസിലെ ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ: അടിസ്ഥാനപരമായ ദൗർബല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഇന്നത്തെ ഈ നേട്ടം കണ്ട് എല്ലാം ശരിയായി എന്ന് കരുതരുത്, ചില പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് എന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി മുന്നോട്ടെന്ത്? മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഇപ്പോൾ ട്രേഡർമാർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ 2 ലെവലുകളാണ്. ഒന്ന് സപ്പോർട്ട്, മറ്റൊന്ന് റെസിസ്റ്റൻസ്. സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഫ്ലോറാണ് 25,900-950 റേഞ്ച്. അതേസമയം മുകളിലോട്ട് കുതിക്കണമെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സീലിംഗ് ആണ് 26,150-200 റേഞ്ച്. അതുകൊണ്ട് നിക്ഷേപകർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇതാണ്: ഒരു ചെറിയ റാലിക്ക് ഇനിയും സാധ്യതയുണ്ട്. പക്ഷേ വലിയ സാമ്പത്തിക സൂചനകൾ അത്ര പോസിറ്റീവ് അല്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗവൺമെന്റ് പോളിസികൾ, ഗ്ലോബൽ മാർക്കറ്റ്, കമ്പനികളുടെ റിസൾട്ട്, ഇതൊക്കെ ഇനി നിർണായകമാകും. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണെത്തുന്നത്: ഈ ശുഭാപ്തി വിശ്വാസമാണോ അതോ ജാഗ്രതയാണോ ഇനി മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത്? വരും ദിവസങ്ങളിൽ ഇതിനൊരു ഉത്തരം കിട്ടും, തീർച്ചയായും.